ഓക്കെ, നമ്മുടെ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്വസ്റ്റ്യനിലാട്ടോ നമ്മളന്ന് എടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, കാലാവധി കഴിഞ്ഞ വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കേണ്ടത് എന്നാണ്. കാലാവധി കഴിഞ്ഞിട്ടുള്ള വിദേശ മദ്യ പെർമിറ്റുകൾ വീണ്ടും എടുക്കുന്നതിന് താഴെ പറഞ്ഞ എന്തെല്ലാം നിബന്ധനകളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? എക്സൈസ് കമ്മീഷണറിൽ നിന്നും പെർമിറ്റ് സാധൂകരിക്കുന്നതിനുള്ള NOC വാങ്ങിയിരിക്കണം. ഓക്കെ, രണ്ടാമത് എന്താ പറയുന്നത്? പെർമിറ്റ് കാലാവധി കഴിഞ്ഞു 1 മാസത്തിനകം എക്സൈസ് കമ്മീഷണർക്ക് പെർമിറ്റ് നൽകിയ ഓഫീസ് മുഖാന്തരം പെർമിറ്റ് വീണ്ടും സാധൂകരിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിരിക്കണം. 10,000 രൂപ പെർമിറ്റ് സാധൂകരണ ഫീസായിട്ട് അടച്ചിരിക്കണം. നാലാമത് എന്താ പറയുന്നത്? പെർമിറ്റ് കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ എക്സൈസ് കമ്മീഷണറെ ബോധ്യപ്പെടുത്തണം. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ഓപ്ഷൻ സി ആണ്. അതായത് 2, 3, 4 മാത്രമാണ്. 2, 3, 4 മാത്രമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പെർമിറ്റ് കാലാവധി കഴിഞ്ഞു 1 മാസത്തിനകം കഴിഞ്ഞിട്ട് 1 മാസത്തിനകം എക്സൈസ് കമ്മീഷണർക്ക് പെർമിറ്റ് നൽകിയ ഓഫീസർ മുഖാന്തരം പെർമിറ്റ് വീണ്ടും സാധൂകരിക്കുന്നതിനുള്ള അപേക്ഷ നൽകണം. അല്ലാതെ NOC അല്ല കേട്ടോ നൽകേണ്ടത്. അതിനുശേഷം പറഞ്ഞത് വെച്ചാൽ 10,000 രൂപ പെർമിറ്റ് സാധൂകരണ ഫീസായിട്ട് അടയ്ക്കണം. അത് വേണം. അതിനുശേഷം പെർമിറ്റ് കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കാത്തതിൻ്റെ കാരണങ്ങൾ എക്സൈസ് കമ്മീഷണറിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യ ലൈസൻസ് എന്നു പ്രകാരം FLI ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരളത്തിൽ വിദേശ മദ്യ വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യ ലൈസൻസ് എന്നു പ്രകാരം FLI ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. കേരള സ്റ്റേറ്റ് ബീവറേജസ്, അതുപോലെ തന്നെ ബീവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഏതാണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഈ പറഞ്ഞ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വരിക? ഏതൊക്കെയാ? ഈ ടൂറിസം ഡെവലപ്മെൻ്റ് ഒക്കെ ഇതിൽ വരുമോ? അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് വരുമോ? ഇല്ല. ചോദ്യം എന്താ? വിദേശ മദ്യ ലൈസൻസ് പ്രകാരം. അപ്പോൾ ഒന്ന് കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് ഓപ്ഷൻ 2 ആട്ടോ. ഓപ്ഷൻ 2ഉം, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും, അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബീവറേജ് മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. 1ഉം 2 ആട്ടോ കറക്റ്റ്. 1ഉം 2ഉമാണ് കറക്റ്റ്. 1ഉം 2ഉം ഉള്ള ഓപ്ഷൻ ഏതാ? 1ഉം 2ഉം ഓപ്ഷൻ എ ആട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. 15% വരെ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 35 ഡിഗ്രി UP അബ്ജീൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. FL4A ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ പരിധിയിൽ നിയമം പാലിച്ചിരിക്കണം. പബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കാൻ KTDCക്ക് മാത്രമാണ് കഴിയുന്നത്. മനസ്സിലായോ? ഇതിലെന്താ ചോദ്യം? എന്താ ചോദിച്ചാൽ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 15.5 വരെ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽക്കാൻ പാടും എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അതുപോലെ തന്നെ 35 ഡിഗ്രി അബ്ജീൻ UP ജീൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവും പറ്റും എന്ന് പറയുന്നതും തെറ്റാണ്. മറ്റുള്ളതിനൊക്കെ പറഞ്ഞത്, അതായത് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. അതുപോലെ തന്നെ ലൈസൻസ് അനുവദിക്കാൻ KTDCക്ക് മാത്രമാണ് അനുവാദമുള്ളത് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1ഉം 2ഉമാണ്. ഓപ്ഷൻ 1ഉം 2ഉമാണ് എന്ത് തെറ്റായിട്ടുള്ളത്? 1ഉം 2ഉമാണ് തെറ്റായതല്ല നമ്മളോട് ചോദിച്ചത്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു അല്ലേ, കോട്ട്പ ആക്ടിന് പ്രകാരം നമ്മൾ കോട്ട്പ ആക്ടിൻ്റെ മുന്നേ കുറച്ച് ചോദ്യങ്ങൾ കേട്ടാണ്. അത് പ്രകാരം നിയമപ്രകാരം 2003 വന്നതെന്ന് മനസ്സിലാക്കുക. പ്രകാരം താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ നൽകുവാൻ പാടുള്ളതല്ല. തെറ്റായ പ്രസ്താവനയായിട്ട് ചോദിച്ചത്. അത് ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. അത് തെറ്റാണോ? തെറ്റായ പ്രസ്താവനയാണോ? ഓക്കെ, അതുപോലെ തന്നെ നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 100 വാരിക്ക അകത്ത് വരുന്ന
പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പുകവലി നിരോധന മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുന്നതല്ല. ഓപ്ഷൻ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? 2ഉം 4ഉം ആണ് ശരി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് 2ഉം 4ഉം ആണ് എന്നാണ്. 2ഉം 4ഉം എന്താ പറയുന്നത്? 2ഉം 4ഉം എന്താ പറയുന്നത്? നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് പുകവലി നിരോധിത മേഖലയിൽ പൊതുവിജ്ഞാനം ചെയ്ത പുകവലി നിരോധിത മേഖലയാണെന്ന് പറഞ്ഞ സ്ഥലത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടെന്താ ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടുന്നതല്ല എന്നുള്ളതും കറക്റ്റ് ആൻസറാട്ടോ. അതാണ് അതിൽ പെടാത്തത് കേട്ടോ, തെറ്റായ പ്രസ്താവന. ഓക്കെ, വീണ്ടും ചോദിച്ചു കോട്ട്പ ആക്ട് 2003 മനസ്സിലാക്കുക. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നാണ്. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ചെറിയ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നാണ്. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉൽപ്പന്നങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതാ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ. ഏതാ കറക്റ്റ് ആൻസർ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം വായിച്ചിട്ട് എല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതെ, എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്, എല്ലതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലതും ശരിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും കോട്ട്പ ആക്ട് പ്രകാരമായിട്ടുള്ള 2003 പ്രകാരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതെല്ലാം ശരി? ഇത് റിപ്പീറ്റഡ് ഇതേ സാധനം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നതെന്നുള്ള ആലോചിക്കണേ. എന്താ ചോദിച്ചത്? പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. ശരിയാണോ? അത് ശരിയായിരിക്കാം അല്ലേ. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. വ്യക്തമായി കാണുന്ന പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എത്ര %? 85% കേട്ടോ. മുന്നേ പഠിച്ചു 85%. അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലായിരിക്കണം. അതും വേണം. അതുപോലെ തന്നെ എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, 4ഉം ശരിയാട്ടോ. 4ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരളത്തിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അത് കറക്റ്റാട്ടോ. സാമൂഹ്യ മാധ്യമ തലത്തിലുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദീയമാണ്. ഓക്കെ, ശരിയാണ്. നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിലേതൊക്കെ ശരി? 4ഉം ശരിയാണ്. 2016 നവംബർ 20 വിമുക്തി എന്ത് ചെയ്തിട്ടുള്ളത്? ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയാണെന്ന് മനസ്സിലാക്കുക. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പ്രചാരണം അനുവദീയമാണ്. വിമുക്തിയുടെ പ്രചാരണം അനുവദീയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അതിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെ ഡാറ്റ കിട്ടി? വിമുക്തി എന്ന പദ്ധതി 2016 നവംബർ 20 വന്ന് നടപ്പിലാക്കിയത്. മുഖ്യമന്ത്രിയാണ്. ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ. ഓക്കെ, അടുത്ത കാര്യം. വിമുക്തി മിഷൻ്റെ ബോധവൽക്കരണ പദ്ധതി ലക്ഷ്യമിട്ട് താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? താഴെ പറയുന്നതിൽ ഏതാണ്? സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപിച്ചിരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. നിയമവിരുദ്ധമായ വസ്തുക്കൾ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. ലഹരി ഉപയോഗത്തിൻ്റെ വശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് കേരളം ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക. അതുപോലെ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനത്ത് നടപ്പാക്കുക എന്നത് വിമുക്തി മിഷൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. അതാണോ സമ്പൂർണ്ണ മദ്യനിരോധനം? അതിൽ പെടുവോ? അത് മാത്രം പെടില്ല. കാരണം എന്താണ്? മദ്യം സർക്കാരിൻ്റെ നമ്മുടെ ഖജനാവ് എന്ന് പറയുന്നത് മദ്യത്തിന് വലിയൊരു പങ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് മദ്യമായിട്ട് ബന്ധപ്പെട്ടില്ല. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ കറക്റ്റ്. ഡി ഇല്ല. കാരണം എന്താ? അവിടെ മദ്യം വന്നു. മദ്യമായിട്ട് വിമുക്തി മിഷന് ബന്ധമില്ല. മദ്യം ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യം വിമുക്തി മിഷൻ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, 98 അല്ലേ? 98. ഓക്കെ, വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാമായിരിക്കും അംഗങ്ങൾ? ഓക്കെ,
ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, വിമുക്തി മാനേജർ. വിമുക്തി മാനേജർ അതിലുണ്ടോ? ഇല്ല. ബാക്കി 3 ആൾക്കാരുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ കളക്ടർ ഉണ്ട്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉണ്ട്. ഓപ്ഷൻ സി ആട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000 അതായത് IT ആക്ട് ആട്ടോ, വിവര സാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ. അത് കമ്പ്യൂട്ടർ വൈറസുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥ ഏതാണെന്ന് വെച്ച് 2A യും B ആട്ടോ. 2A യും B ആണ്. ഓപ്ഷൻ സി ആട്ടോ കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവര സാങ്കേതിക നിയമം 2000 IT ആക്ട് 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ കുറഞ്ഞ പ്രായം എത്ര? കുട്ടിയുടെ പ്രായം എത്രയായിരിക്കണം? 18 വയസ്സിന് താഴെ കേട്ടോ. 18 വയസ്സിന് താഴെ ആയിരിക്കണം. 18 വയസ്സിന് താഴെ ആയിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. 2022 കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്കെ ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട. ഇതിന് ഉത്തരം കിട്ടുമോ? നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീത പദം നമ്മൾ ഡിസ്കസ് ചെയ്താൽ മുന്നേ. പാരതന്ത്ര്യം കേട്ടോ, പാരതന്ത്ര്യം. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിൽ വന്നത്. 80 വരെ ക്വസ്റ്റ്യൻസ് മലയാളവും സാഹിത്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിന് ശേഷമുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 81 ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പാണ് പ്രധാനമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാവുന്നത്? 55D ആണ്. അപ്പോൾ D ഗൂഢാലോചന എന്ന് മനസ്സിലാക്കുക. 55D ഗൂഢാലോചന കേട്ടോ. 55Dയിലാണ് ഗൂഢാലോചന കുറ്റകൃത്യമായി പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അസ്കാരി അല്ല കേട്ടോ, അബ്കാരിയാണ് അവിടെ എഴുതിയത്. പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതൽക്കാണ് മദ്യം കൈവശം വയ്ക്കാനും ഉപയോഗിക്കാനും പറ്റുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദ്യം. 3ാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ഇതിൽ തന്നെ പറയുന്നത്. 23 ആട്ടോ. 23 ആണ്. ഓക്കെ. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആചരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആചരിക്കുന്നത്? ദുഃഖവെള്ളിയാണോ, ശ്രീകൃഷ്ണ ജയന്തിയാണോ, അംബേദ്കർ ജയന്തിയാണോ, സ്വാതന്ത്ര്യ ദിനമാണോ? ശ്രദ്ധിക്കണം. ഇവിടെ ദുഃഖവെള്ളി മാത്രമാണ് എന്തായിട്ട് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ദുഃഖവെള്ളി ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഇല്ല. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല. അംബേദ്കർ ജയന്തിയും ഇല്ല എന്ന് പറയാം. പക്ഷേ സ്വാതന്ത്ര്യ ദിനത്തിന് നിങ്ങൾക്ക് അറിയണം. ഇത് മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിന് ഡ്രൈ ഡേ ആണോ എന്ന തരത്തിലുള്ള ചോദ്യം. സ്വാതന്ത്ര്യ ദിനം ഈ ഡ്രൈ ഡേയിൽ പെടുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഈ ഓപ്ഷനിൽ ദുഃഖവെള്ളിയാട്ടോ എന്താണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത് കേട്ടോ. കിട്ടിയോ? ഓക്കെ. 84 താഴെ പറഞ്ഞതിൽ എക്സൈസ് വകുപ്പിൻ്റെ ഏത് ഉദ്യോഗസ്ഥനും അതിന് മുകളിലുള്ള ആൾക്കാർക്കുമാണ് കള്ള് ഷോപ്പുകളിൽ പരിശോധന നടത്താൻ സാധിക്കുന്നത്? ഏത് ഉദ്യോഗസ്ഥനാണ് കള്ള് ഷാപ്പിൽ പരിശോധന നടത്താൻ സാധിക്കുന്നത്? ഏത് ഉദ്യോഗസ്ഥനും അതിൻ്റെ മുകളിലുള്ള ആൾക്കാരും. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറും അതിന് മുകളിലുള്ള ആൾക്കാരും അവർക്ക് എന്തായാലും പറ്റൂലേ. എക്സൈസ് ഇൻസ്പെക്ടറും അതിന് മുകളിലുള്ള ആൾക്കാരും. ഓപ്ഷൻ ബി എന്താ? എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറും അതിന് മുകളിലുള്ള ആൾക്കാരും. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും അതിന് മുകളിലുള്ള ആൾക്കാരും. ഓപ്ഷൻ ഡി സിവിൽ എക്സൈസ് ഓഫീസർ മുതലുള്ള ആൾക്കാർക്കാണ്. ഓപ്ഷൻ ബി ആട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ മുതൽ അതിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും കള്ള് ഷാപ്പിൽ എന്ത് ചെയ്യാം? പരിശോധന നടത്താനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. NDPS നിയമത്തിൽ NDPS ആക്ട് പ്രകാരം ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ നൽകുന്നത്? 31A ആട്ടോ. 31A ആണ് കറക്റ്റ് ആൻസർ. 31A ആട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക? ഏത് വകുപ്പ് പ്രകാരമാണ്? ഏതാടാ? ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി ആണ്. 20B 2B. ഓക്കെ, സെക്ഷൻ ആട്ടോ. ഏത് വകുപ്പാണെന്നാണ് ചോദിച്ചത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്ഷനിലൂടെ
അതോ റീഡിസ്റ്റിലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് എന്താ? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി ആവർത്തിക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ അതോ ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുന്ന സ്പിരിറ്റ്, ഈ സ്പിരിറ്റിനെ പറയുന്ന പേരെന്താ? ന്യൂട്രൽ സ്പിരിറ്റ് ആട്ടോ. ന്യൂട്രൽ സ്പിരിറ്റ് ആണ്. എന്താണ്? ന്യൂട്രൽ സ്പിരിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്ന ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? സ്പിരിറ്റ് പാനയോഗ്യം, അതായത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കാൻ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ഏതാ? വോർട്ടാണോ? ക്രൂഡിരിനാണോ? അതുപോലെ തന്നെ സ്പെൻഡ് വാഷാണോ? അതോ ഇവയെല്ലാമാണോ? ഇത് ശരിക്കും ഓപ്ഷൻ ബിയിൽ എഴുതിയൊരു തെറ്റുണ്ട്. ക്രുഡിമിരിഡിൻ ഒന്നും അല്ല കേട്ടോ. ക്രൂഡ് പീരീഡിൻ എന്താണ് ക്രൂഡ് പീരീഡിൻ എന്താണ്? ഞാൻ കറക്റ്റ് എഴുതി തരാം. അതുതന്നെയാണ് നമ്മുടെ ഓപ്ഷൻ. എന്താണ്? ക്രൂഡ് പീരീഡിൻ എന്നാണ്. ക്രൂഡ് പീരീഡിൻ പീരീഡിൻ ഇതാട്ടോ കറക്റ്റ് ആൻസർ. എന്താണ്? ക്രൂഡ് പീരീഡിനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന, അവിടെ തെറ്റൊന്നുമില്ല കേട്ടോ, ഉപയോഗിക്കുന്ന രണ്ടോട്ട് റിപ്പീറ്റ് ചെയ്താൽ എന്താണ്? മോളാസിസുകളുടെ അതിലൂടെ കടത്തിവിടുന്നുണ്ട്. ആ കടത്തിവിടുന്ന പൈപ്പിൻ്റെ നിറം എന്താ ചോദിച്ചത്? ഡിസ്റ്റിലറികളിൽ മദ്യ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മോളാസുകളിൽ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം എന്താ? അത് നീല കേട്ടോ, മനസ്സിലാക്കണേ, അത് നീലയാണ്. നീലയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജ് നിന്നും എത്ര കുറഞ്ഞ പരിധി ദൂരം വേണം എന്നുള്ളതാണ്. 200 മീറ്റർ ആട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 200 മീറ്റർ ആട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ നിയമം മൂലം കേരളത്തിലെ മദ്യവിൽപ്പന നിരോധിച്ചിട്ട് ഇല്ലാത്ത ദിവസം ഞാൻ പറഞ്ഞു. ഈ ചോദ്യം നമുക്കുണ്ട്. ഒക്ടോബർ 2-നും ജനുവരി 30-നും നിങ്ങൾ മനസ്സിലാക്കണം, മദ്യം നിരോധനം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ദിവസം ഡ്രൈ ഡേറ്റ് പറയുന്നുണ്ട്. ജൂൺ 26 ലഹരി വിമുക്ത ദിനത്തിനും ഈ പറഞ്ഞ സാധനം നിലവിലുണ്ട്. പക്ഷേ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നില്ല. എന്താണ്? മദ്യ വിൽപ്പന നിരോധിച്ചിട്ടുള്ള ദിവസമല്ല ആഗസ്റ്റ് 15 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? പൊതുസ്ഥലത്തിലെ പുകവലി നിരോധിച്ചിരുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 4 പ്രകാരം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആയിട്ട് വരും. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ പറഞ്ഞു 200 മീറ്ററെങ്കിലും അകത്തായിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ പുറത്തായിരിക്കണം എന്നുള്ളത്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ 100 മീറ്റർ പരിധിയിൽ 100 യാർഡ് ചുറ്റളവിൽ നടത്തി കഴിഞ്ഞാൽ കോട്ട്പ ആക്ട് പ്രകാരം കൂടിയ ഫൈൻ എത്രയാണ്? പിഴ എത്രയാണ് എന്നാണ് ചോദിച്ചത്. കൂടിയ പിഴ എത്രയാണെന്നാണ് ചോദിച്ചത്. ജസ്റ്റ് 200 രൂപയുള്ളൂ അല്ലേ? ജസ്റ്റ് 200 റുപ്പീസുള്ളൂ. പക്ഷേ ആ നിയമം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ വിൽപ്പന നടത്താൻ പാടില്ല. പക്ഷേ കൂടിയ പിഴ എന്ന് പറയുന്നത് ജസ്റ്റ് 200 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗിക്കാനുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാവണം? എത്ര ശതമാനം? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ ചോദിച്ചു. അത് 85%. എത്രയാണ്? 85% കേട്ടോ. എത്രയാണ്? 85%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചു? ആരോഗ്യത്തിന് ഹാനികരമാവുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ്? ഏത് ആർട്ടിക്കിളിലാണ്? ഇതേ ആർട്ടിക്കിളിനെ കുറിച്ച് തിരിച്ചു ചോദിച്ചു. ആ ആർട്ടിക്കിളിൻ്റെ പേര് തന്നിട്ട് ഈ ആർട്ടിക്കിളിൽ എന്താ പറയുന്നത്? അവിടെ എന്താ പറയുന്നത്? ആരോഗ്യത്തിന് ഹാനികരമാവുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനയുടെ ഈ ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. എത്രാമത്തെ ആർട്ടിക്കിൾ 47 ആട്ടോ. ആർട്ടിക്കിൾ 47 ആണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച ആർട്ടിക്കിൾ 47 ആണ്. ഓക്കെ, ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു തരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാ? ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരാണ്? നമ്മൾ പഠിച്ചു. അത് നമ്മുടെ ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്, മുഖ്യമന്ത്രിയാണ്. ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓക്കെ, ക്ലിയർ ആട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ മദ്യ ഉപഭോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സാണ്? ഇതേ ക്വസ്റ്റ്യൻ 2-3 തവണ ചോദിച്ചു. എത്രയാണ്? 23 കേട്ടോ, 23. അപ്പോൾ എല്ലാത്തിനുള്ള പ്രായം 23 എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? പരമാവധി വരെ കൊടുക്കാവുന്ന തടവ് ശിക്ഷ. ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചു. അവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ളായിരുന്നു ഓപ്ഷൻ. ഇവയൊന്നുമല്ല. അവിടെ കൃത്യമായി എത്ര? 5 വർഷം, 6 വർഷം, 4 വർഷം എന്നൊക്കെ കൊടുത്തു. കാരണം എന്താ പറയുക, അത് ജീവപര്യന്തം തടവ് കിട്ടുന്നൊരു ശിക്ഷയാണ്. അതുകൊണ്ടാണ് അവിടെ ആ ഓപ്ഷൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ കാര്യം പറയാത്തതിന് കാരണം ഇതായിരുന്നു. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് ഈ സാധനം കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ അതുപോലെ തന്നെ ജാമ്യം ലഭിക്കാവുന്നതാണ്. അതായത് ഈ IT ആക്ട് നമ്മൾ പറഞ്ഞു. IT ആക്ട് ഇവിടെ ചോദിച്ചത് അതാട്ടോ. 2000 പ്രകാരം സൈബർ തീവ്രവാദികളുടെ പരമാവധി തടവ് ശിക്ഷ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം ലഭിക്കാവുന്നത്, അതിൽ ബെയിലബിൾ ആയിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ്? 4 വർഷമാണോ, 5 വർഷമാണോ, 6 വർഷമാണോ? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല കേട്ടോ. അതിന് ആൻസർ ഓപ്ഷൻ D ആട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രൊഫഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ D ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തരാം, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മദ്യത്തിൻ്റെ അളവ് പുനർനിർമ്മിച്ചിട്ടുള്ള എക്സൈസിൻ്റെ കറക്റ്റ് കണക്കാട്ടോ നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ കള്ളാണെങ്കിൽ 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ അത് 3 ലിറ്റർ വരെ കയ്യിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ബിയർ 3.5 ലിറ്റർ, എത്രയാണ്? 3.5 ലിറ്റർ ബിയർ സൂക്ഷിക്കാൻ പറ്റും. വൈനാണെങ്കിൽ അതും 3.5 ലിറ്റർ കയ്യിൽ സൂക്ഷിക്കാൻ പറ്റും. വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്ററാണ് സൂക്ഷിക്കാൻ പറ്റുക. വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്ററാണ് സൂക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ കൊക്കോ ബ്രാൻഡി, എന്താണ് കൊക്കോ ബ്രാൻഡി എന്ന് പറയുന്നത്? 1 ലിറ്ററാണ് യൂസ് ചെയ്യാൻ പറ്റുക. 1 ലിറ്ററാണ് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കള്ള് 1.5 ലിറ്ററാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നത് 3 ലിറ്ററാണ്. ബിയർ 3.5 ലിറ്ററാണ്. വൈന് 3.5 ലിറ്ററാണ്. വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്ററാണ്. കൊക്കോ ബ്രാൻഡി 1 ലിറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞ ഒരാൾ. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് മിനിസ്ട്രീസ് അല്ലെങ്കിൽ തലപ്പത്തുള്ള കുറച്ച് ആളുകളുടെ പേരും കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. അതും കൂടി പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, എക്സൈസ് മിനിസ്റ്റർ ആരാന്ന് നോക്കണം. എക്സൈസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് MB രാജേഷ് ആണ്. MB രാജേഷാണ് എന്ത് ഹോണറബിൾ എക്സൈസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് MB രാജേഷാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ജയന്തിലാൽ IAS ആണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ടാക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ആളുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് എക്സൈസ് കമ്മീഷണർ ആട്ടോ. എക്സൈസ് കമ്മീഷണറാണ്. എന്തായാലും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. മഹിപാൽ, അത് ഇപ്പോൾ ഈ ഇയർ ആയതുകൊണ്ട് ചോദിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അദ്ദേഹം 2023 തൊട്ടായിട്ടാണ് അദ്ദേഹം എക്സൈസ് കമ്മീഷണർ. മഹിപാൽ യാദവ് IPS ആണ്. ശ്രീ മഹിപാൽ യാദവ് IPS ആണ് എക്സൈസ് കമ്മീഷണറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കിട്ടിയോ? ഓക്കെ, അടുത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ പറഞ്ഞല്ലേ, അതായത് അബ്കാരി നിയമപ്രകാരം മദ്യം നിരോധിച്ചിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധി ജയന്തി. എന്താണ് ഗാന്ധി ജയന്തി? അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി. ശ്രീനാരായണ ഗുരു സമാധി ദിനമില്ല കേട്ടോ. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം. ഗാന്ധി ജയന്തി ഒക്ടോബർ 2, രക്തസാക്ഷി ദിനം ജനുവരി 30. ശ്രീനാരായണ ഗുരു സമാധി ഉണ്ട് കേട്ടോ. ശ്രീനാരായണ ഗുരു സമാധി ഉണ്ട്. നേരത്തെ 2 ദിവസം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരു ജയന്തിക്ക് എന്താണ് അടച്ചിടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും എന്തില്ല, മദ്യ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരു സമാധിയും അതിൽ പെടുന്നുണ്ട്, ഗാന്ധി ജയന്തി പെടുന്നുണ്ട്. സ്വാതന്ത്ര്യദിനം ഇല്ല എന്ന് പറയാം, വിചാരിക്കുക, മനസ്സിലാക്കുക. പിന്നെ പൊതു തെരഞ്ഞെടുപ്പ്
ഉപതെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും ഡ്രൈ ഡേ ആണ്. പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും ഡ്രൈ ഡേ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിന് നടക്കുന്ന വാർഡിലെ വോട്ടെടുപ്പ് സമയം അവസാനിക്കുന്ന വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസവും അതും ഡ്രൈ ഡേ ആണ്. ഇംഗ്ലീഷ് മാസത്തിലെ എല്ലാ 1-ാം തീയതിയും കള്ളു ഷാപ്പുകൾ ഒഴികെയുള്ള എല്ലാ 1-ാം തീയതി ഡ്രൈ ഡേ ആണ് കേട്ടോ. അതുപോലെ തന്നെ ദുഃഖവെള്ളിക്കും ഡ്രൈ ഡേ. നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനങ്ങളിൽ ജൂൺ 26-നൊക്കെ ഈ പറഞ്ഞ ഡ്രൈ ഡേ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അഡീഷണൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കാണണേ. മൊത്തം നമ്മളൊരു 100ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 100ഓളം ഡാറ്റകൾ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.